السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمصنفينا ولجميع المسلمين آمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയൽ മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഹൃദയത്തിൽ ഈമാനുള്ളവർ, അവിടുത്തെ മഹബത്ത് വെക്കുന്നവർ എപ്പോഴും ആ നേതാവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബിനെ കുറിച്ചുള്ള കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവ്യ ശേഖരമാണ് ഖസീദത്തുൽ ബുർദ എന്ന് നമുക്കൊക്കെ അറിയാം. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ സഈദ് ബൂസീരി റഹിമഹുല്ല രചിച്ച ആ ബുർദയിലേക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പഠനങ്ങൾ ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹിജ്റ 608 ഇമാം അവർകളുടെ ജനനം. മിസ്റിൽ മഹാനവർകൾ 86-87 വർഷക്കാലം ജീവിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം വൈജ്ഞാനികമായ ഔന്നിത്യം നേടിയ ഇമാം അവർകൾ അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിലായി ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. സാഹിത്യപരമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആ കീർത്തന കാവ്യങ്ങൾ എന്നെന്നും അവിടുത്തെ വിമർശിക്കുന്നവർ വരെ സാഹിത്യ പഠനത്തിനു വേണ്ടി ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ ബൂസീരി ഇമാമിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ സഈദ് ബിൻ ഹമ്മാദ് എന്നാണ്. ഷറഫുദ്ദീൻ അബി അബ്ദില്ല എന്നതൊക്കെ അവിടുത്തെ സ്ഥാനപ്പേരുകളാണ്. മഹാനവർകൾ രചിച്ച കീർത്തന കാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ കവാക്കിബുൽ ദുജ്രിയ ഫി മദ്ഹി ഖൈരിൽ ബരിയ എന്ന പേര് വെക്കപ്പെട്ട നാം ഒക്കെ ചെല്ലാറുള്ള ഖസീദത്തുൽ ബുർദ. പഴയകാലം മുതൽ തന്നെ നമ്മുടെയൊക്കെ പൂർവീകർ അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് ആ മദ്ഹ് ഗീതത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാൻ കഴിയും. മഹാനവർകൾ ഈ ഖസീദ രചിക്കുമ്പോൾ അതിന് പിന്നിൽ ചാലകശക്തിയായ ഒരുപാട് കാരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് ബുർദയുടെ വരികൾ നാം പറയുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കാം. ബുർദ എന്ന് പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തിലേക്ക്, അതിന്റെ എല്ലാ മേഖലകളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു അത്ഭുതകരമായ കവിതാശേഖരമാണ്. മഹാനവർകൾ അത് രചിക്കാൻ കാരണമായ നിമിത്തമായ പല സംഭവങ്ങളുമുണ്ട്. ആ കവിതയ്ക്ക് ബുർദ എന്ന് പേര് പറയപ്പെടാനും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് പറയുന്നവരുടെ കൂട്ടത്തിൽ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട സ്വഹാബികളായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് ശത്രുക്കൾ കവിത പാടുമ്പോൾ അതിന് അതേ രീതിയിൽ തന്നെ അതിനേക്കാൾ മൂർച്ചയേറിയ രീതിയിൽ മറുപടി പറഞ്ഞിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ ഒരു പീഠം തന്നെ തയ്യാറാക്കിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാനു വേണ്ടി ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ, ഹസ്സാൻ അവരെ നീ ശക്തിപ്പെടുത്തണം, റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്ന പോലെ തന്നെ മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ
അതൊരു അത്ഭുതകരമായ ചരിത്രമാണ്. ആ ചരിത്രവും ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സംഭവങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.